അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരുടെയും മനസ്സിലുള്ള ഉന്നത ലക്ഷ്യങ്ങൾ, വലിയ വലിയ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ള വലിയൊരു ഓഫറുണ്ട്. ആ ഒരു ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ഓഫറാണ്. നമ്മൾ ആ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ നമ്മളുടെ ഉന്നത ലക്ഷ്യം, എന്താണോ നമ്മുടെ ആഗ്രഹം, സ്വപ്നം, അതൊക്കെ നിറവേറുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ്, അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഏതാണ് അള്ളാഹുവിൻ്റെ ആ ഒരു ഓഫറിൻ്റെ ഇത് നോക്കാം. അപ്പോൾ ഇതൊരു പുണ്യനാമമാണ്, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അള്ളാഹുവിൻ്റെ പുണ്യനാമമാണ്. അപ്പോൾ ഈ ഒരു നാമം ചൊല്ലിയിട്ടാണ് നമ്മൾ നമ്മുടെ ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ ആ ഒരു ലക്ഷ്യം വർഷങ്ങളായിട്ട് നടക്കാത്ത ആഗ്രഹമാണെന്ന് കൂട്ടിക്കോട്ടെ, നമ്മുടെ ഭൂമിയിൽ മറ്റാരും ഇതൊരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞതായിക്കോട്ടെ, എങ്കിലും അല്ലാഹു തആലയുടെ ആ ഒരു പവർ കൊണ്ട്, ശക്തി കൊണ്ട് അല്ലാഹു തആല നമുക്ക് ആ ഒരു ഉന്നത ലക്ഷ്യം നടത്തി തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ വേഗം ഞാൻ ഏതാണ് ആ ഇസ്മെന്ന് പറഞ്ഞുതരാം. ഇസ്മ ഇതാണ്, യാ ബദീഉ യാ അല്ലാ, യാ ബദീഉ യാ അല്ലാ. ഇത് നമ്മളൊരു ലക്ഷ്യം സാക്ഷാത്കരിക്കണം നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഈ ഒരു ഉന്നതമായിട്ടുള്ള ലക്ഷ്യം നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് 70,000 തവണ യാ ബദീഉ യാ അല്ലാ എന്ന് ചൊല്ലിത്തീർത്താൽ മതി. അപ്പോൾ ഇത് ഒറ്റയടിക്ക് തന്നെ ചൊല്ലിത്തീർക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൊല്ലിത്തീർക്കാം. അപ്പം നമ്മൾ അങ്ങനെ ചൊല്ലുമ്പോൾ നമ്മൾ ആ ഒരു ചൊല്ലുന്ന ഒരു ആദ്യത്തെ പ്രാവശ്യം നമ്മൾ 2000 പ്രാവശ്യമാണ് ചൊല്ലുന്നുണ്ടെങ്കിൽ അതിനിടയിൽ സംസാരിക്കാനോ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാനോ ശ്രദ്ധ പോകാനൊന്നും പാടില്ല. നമ്മളിത് ചൊല്ലുമ്പോഴുള്ള നമ്മുടെ മനസ്സിലുള്ള ലക്ഷ്യം, നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ നെഞ്ച് കീറി, അതായത് നമ്മൾ അത്രയും സങ്കടത്തോടെ വേണം ഈ ഒരു ലക്ഷ്യം നമ്മൾ അള്ളാഹുവിനോട് പറയാനായിട്ട്. അതായത് നമ്മളിപ്പോൾ ഈ യാ ബദീഉ യാ അല്ലാ എന്ന് 70,000 തവണ ചെല്ലുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിലെ ലക്ഷ്യം അള്ളാഹുവിനോട് ഇങ്ങനെ പറയുന്ന പോലെ നമ്മൾ ആ ഒരു സങ്കടത്തോടു കൂടിയിടും. അങ്ങനെ വേണം ഒരു ഇതാവാനായിട്ട്. അപ്പോൾ പിന്നെ വേറെയുള്ള തമാശകളും മറ്റു കാര്യങ്ങളൊന്നും അതിനിടയിൽ കൊണ്ടുവരുത്തരുത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇത് നടക്കുമെന്ന വിശ്വാസം വേണം. അതും കൂടി ആകുമ്പോൾ എന്തായാലും അല്ലാഹു തആല ഈ ഒരു ലക്ഷ്യം നടത്തി തരും. അപ്പോൾ നമ്മുടെ വിശ്വാസം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏകാന്തതയും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഉന്നത ലക്ഷ്യങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓഫർ സ്വീകരിക്കുക, ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരെ. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.